എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, വായനാരാമത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ 13ാമത് ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 10ഉം 11ഉമായ കാരണം പുല എത്ര വേഗമാണ് ഓടിപ്പോയത്. എച്ചുട്ടി വന്ന കാരണം രാമുവിന് അടുക്കളയിൽ കയറേണ്ടി വന്നില്ല. എച്ചുട്ടിക്കും ഭാരമല്ല. ആകെ 5 പേരല്ലേ ഉള്ളൂ. ആരും വരാനും പോവാനും ഇല്ല. ഹേമ ഒരു ദിവസം ഉച്ച തിരിഞ്ഞൊന്ന് വന്നു. സോമുവിൻ്റെ ഭാര്യയെ അന്വേഷിച്ചു. അവൾ തുള്ളിപ്പോയി വിവരം കിട്ടിയിട്ട് തന്നെ ആവും. ആ കുട്ടി അവരുടെ വീട്ടിൽ പോയി. അതിന് അങ്ങനെ വെച്ച് വിളമ്പിയൊന്നും ശീലമില്ലാത്രേ. എച്ചുട്ടി വന്ന കാരണം ലക്ഷ്യമായി. അതേതാ ആ തള്ള? അച്ഛൻ്റെ തറവാട്ടിലെ തന്നെ ഒരാളുടെ മോളാ. എൻ്റെ ഒപ്പം സ്കൂളിലൊക്കെ പഠിച്ചിരുന്നതാ. സാവിത്രി ഇവിടുത്തെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ സഹായിക്കാൻ വന്നതാ. പണിക്കാരിയൊന്നുമല്ല. മുറ്റമടിക്കാനും തുണി തിരുമ്മാനും സാവിത്രിയുടെ പണിക്കാരി ശകുന്തള വരും. സാവിത്രി ചേച്ചിക്ക് സ്ഥലം വിൽക്കണോ? ഇതാരേ പറഞ്ഞത്? സാവിത്രിക്ക് എന്തിനാ മല്ലികയുടെ സ്ഥലം? അല്ല, അങ്ങനെ കേട്ടു. ഞാനറിഞ്ഞില്ല. മല്ലികയെ, നീ സ്ഥലം സാവിത്രിക്ക് വിൽക്കാൻ തീരുമാനിച്ചോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി. ബാങ്കിലെ കുറച്ച് കട ഉണ്ടായിരുന്നു, അതവർ പുതുക്കി തരാം, ആ ആധാരത്തിന്മേൽ തന്നെന്ന് പറഞ്ഞു. സാവിത്രി ചേച്ചി ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുക്കണമില്ല. ആരെ ഹേമയോട് ഇത് പറഞ്ഞത്? ആരോ പറഞ്ഞു. ആര് പറയാൻ? എൻ്റെ മരുമോളാവും. അവളുടെ തന്തപ്പടി ഈ ലോൺ ക്ലോസ് ചെയ്യാം, സ്ഥലം മോളുടെ പേരിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. 10 ലക്ഷത്തിന് വീടും 20 സെൻറ്റ് സ്ഥലവും. ബാങ്ക് മാനേജർ ആ സാമർഥ്യം കണ്ടപ്പോൾ ഒന്ന് കളിയാക്കി വിട്ടെന്നും പറഞ്ഞു. എന്നോട് ലോൺ എൻ്റെ പേരിൽ പുതുക്കി തരാമെന്നും പറഞ്ഞു മല്ലിക. എങ്ങനെയാ, വലി തുടങ്ങിയോ? ഹേമ: ഇല്ല, കുട്ടികൾ പെല കഴിഞ്ഞാൽ ഐവർമഠത്തിൽ പോയി ഒരുമിച്ച് വലിയിട്ട് പിണ്ടം സമർപ്പിച്ച് പോരും. വല്യച്ഛ എന്നാ മടങ്ങണേ? ഹേമ: ഞങ്ങൾ 16 ദിവസം കഴിഞ്ഞാൽ പൂട്ടിപ്പോവും. മല്ലിക എൻ്റെ കൂടെ പോരും. അതിലിടയ്ക്ക് കുട്ടികൾ 2ആളും അവരുടെ ജോലി സ്ഥലത്തും പോവും. ഇടയ്ക്ക് ഒരാഴ്ചയൊക്കെ ഇവിടെ ഒന്ന് താമസിക്കും, ഞങ്ങൾ 2ആളും കൂടി. അത് നല്ല കാര്യമാണ്. വല്യച്ചിയുടെ പണിക്കാരിയെ കണ്ടില്ലല്ലോ? ഹേമ: സ്റ്റെല്ലയല്ലേ ഉദ്ദേശിച്ചത്? അവളുടെ മകളെ ഡോക്ടർ വിളിച്ചിട്ട് പോയി. എനിക്കിപ്പോൾ തുണയ്ക്കും മല്ലികയുണ്ടല്ലോ, പുറംപണിക്കാരെങ്കിലും മതിയല്ലോ. ആഹാ, അവൾക്ക് മകളൊക്കെ ഉണ്ടായിരുന്നോ? ഹേമ: ഓരോരുത്തർക്കും ഓരോ കാലം, നന്നാവാനും നശിക്കാനും ഒക്കെ ഈശ്വരൻ്റെ കളി. കുട്ടികളുടെ അടുത്തേക്ക് പോകണം, ഇവിടുത്തെ അടിയന്തരം കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചതാ. ഹേമ: അടിയന്തരമൊന്നുമില്ല, ഞങ്ങളും കൂടെ പോവും. ഐവർമഠത്തിൽ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു പോരും. 16ാം ദിവസം ഒരു അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം. മല്ലിച്ചിയുടെ ഏട്ടൻ്റെ അവിടുന്ന് ആരെങ്കിലും വന്നിരുന്നോ? കുറേ സ്വത്തൊക്കെ ഉണ്ട് അവിടെ അല്ലേ? നല്ല വീട് ഗോപിയേട്ടൻ പണിപ്പിച്ചതാന്ന് കേട്ടു. ഹേമ: അനുഭവിക്കേണ്ട ആൾ പോയില്ലേ? മക്കൾക്ക് വേണമെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കോട്ടെ. മല്ലിക. എച്ചുട്ടി കൊണ്ടുവന്ന ചായയും കുടിച്ച് ഹേമ മടങ്ങി. രാമു ഗൾഫിൽ പോണ കാര്യം കിട്ടിയിട്ടില്ല. മല്ലിക: ഗോപിയുടെ ആൾക്കാർ വന്ന കാര്യം വിസ്തരിക്കുമെന്ന് പേടിയുണ്ടായി. എനിക്കറിഞ്ഞൂടെ വല്യേച്ചി, ഇവള് നമ്മുടെ നാത്തൂനായിട്ടല്ല, എൻ്റെ മരുമകളുടെ ചാരനായാ വന്നേണേ. അതാ ഞാൻ മക്കൾക്ക് വേണമെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത്. ആ നായരിപ്പോൾ അവിടെ പോയി സ്ഥലത്തിൻ്റെ വിസ്തീർണവും നാട്ടിലെ വിലയും മരുവന് കിട്ടേണ്ട ഷെയറിൻ്റെ കണക്കൊക്കെ കൂട്ടി ഉറക്കം കളയുണ്ടാവും. മല്ലിക. 2 ദിവസം മുമ്പ് ഗോപിയുടെ മരുമകനും ശേഖരനും NSSൻ്റെ പ്രസിഡൻറ്റും കൂടി വന്നിരുന്നു. മരുമകന് അമ്മയുടെ ദുരയില്ല. 3-1 സ്ഥലം അളന്നിട്ട് കൊടുക്കാം. വീടിൻ്റെ വിലയായി 15 ലക്ഷം രൂപയും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അമ്മാവനെ ആട്ടി വിട്ടത് കൊണ്ടല്ലേ അമ്മാവൻ ഈ കടുങ്കൈ ചെയ്തത്. അമ്മാവൻ കാരണമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. അമ്മായി ശപിക്കല്ലേ എന്ന് പറഞ്ഞ് മല്ലികയുടെ കാലിൽ വീണു. സോമുവിനോടും രാമുവിനോടും അവരുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും കൊടുത്താൽ ജോലിക്ക് ശ്രമിക്കാമെന്ന്. സോമുവിന് പാസ്പോർട്ട് തന്നെയില്ല, പുറത്തു പോകാൻ ഉദ്ദേശമില്ലെന്നും പറഞ്ഞു. രാമുവിൻ്റെ ജോലി ശരിയായ കാരണം അവരുടെ സഹായം വേണ്ടെന്നും. എന്തായാലും രാമുവും സോമുവും പോവും മുമ്പ് ഭാഗം രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞാണ് പോയത്. ലോൺ അടയ്ക്കാനുള്ള പൈസയായി 15 ലക്ഷം രൂപ മല്ലിക ഏൽപ്പിച്ചാണ് അവർ മടങ്ങിയത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിരുന്നില്ല. ജീവൻ പോയപ്പോൾ എല്ലാറ്റിനും പരിഹാരമായി. മല്ലിക. ഗോപി മുമ്പ് ഈ കുട്ടിയെ സമീപിച്ചിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ. ഗോപിയുടെ പെങ്ങളുടെയും മരുമകളുടെയും അത്ര പൊട്ട മനസ്സല്ല മരുമകന്. ഒരാളും കൂടിയുണ്ട് താഴെ, നാട്ടിൽ വന്നിട്ടില്ല അത്രേ. രാമുവും സോമുവും താമസിച്ചിരുന്ന എക്സ്റ്റൻഷൻ വാടകയ്ക്ക് പോയി. കാനറ ബാങ്കിലെ 2 ഉദ്യോഗസ്ഥന്മാർ. 6000 രൂപ വരുമാനമായി. അവിടുത്തെ ഫർണിച്ചറൊക്കെ പഴയ വീട്ടിൽ കൊണ്ടിട്ടു.
മല്ലികയുടെ റൂമിലെ ഒറ്റക്കട്ടിലുകൾ തളത്തിലേക്കിട്ടു. ഡബിൾ കോട്ട് റൂമിലിട്ടു. രാമുവിൻ്റെ മുറിയിലെ വീതി കുറഞ്ഞ കട്ടിലും ആ റൂമിൽ കിടന്നിരുന്ന കട്ടിലും കൂടിയായപ്പോൾ റൂമിൽ സ്ഥലമില്ലാതായി. ഫർണിച്ചർ ഒഴിച്ച് വാടകയ്ക്ക് കൊടുക്കും മുമ്പ് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യിക്കണം. ഒരു കാര്യങ്ങൾക്കും ചുറ്റിക്കളി കൂടാതെ എല്ലാം ഭംഗിയായി നടന്നു. 1-ാം തീയതി വാടകക്കാർ വന്ന സ്ഥലം കൊടുക്കാൻ സാവിത്രിയെ ഏൽപ്പിച്ചു. അവർക്ക് കട്ടിലോ മേശയോ വേണമെങ്കിൽ കൊടുത്തോളാനും പറഞ്ഞു. കയ്യിൽ വെച്ച് കൊടുത്ത കാശ് വാങ്ങാൻ എച്ചുട്ടി കൂട്ടാക്കിയില്ലേ. ഞാൻ ശമ്പളക്കാരിയായിട്ട് വന്നതല്ല, നമ്മൾ ഒരുമിച്ച് വളർന്നതല്ലേ. 20,000 രൂപ സാവിത്രി ഏൽപ്പിച്ചു എച്ചുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കാൻ. ബാങ്കിൽ പണമടച്ച് ആധാരം വാങ്ങി. രാമുവിന് പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ടത്രേ. മല്ലികേ, ബാക്കി പൈസ സോമുവിന് കൊടുത്തോ? ചോദിക്കാൻ മടി കാണും. അവൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞത്. നിനക്ക് വേണ്ട, ആ പൈസ ഞാൻ തരാം. സോമുവിന് പണം കൊടുത്തപ്പോൾ കരച്ചിലായി. ഈ പൈസ ഞാൻ എത്രയും വേഗം തിരിച്ചു തരും. നീ മുമ്പ് നിൻ്റെ പെമ്പറന്നവരുടെ പണ്ടം എടുത്ത് കൊടുക്കുക. അമ്മയ്ക്ക് വാടകക്കാർ തരണം പൈസയുണ്ട്. അവൾക്ക് വേണ്ടത് എൻ്റെ കയ്യിലും ഉണ്ട്. പൈസയുടെ വില ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായില്ലോ. അതിന് ഒരു മരണം വേണ്ടി വന്നുല്ലോ. ഇനി സൂക്ഷിച്ച് ജീവിക്കുക. ഒരുത്തിന് കെട്ടിയ പെണ്ണിനോട് എങ്ങനെ പെരുമാറണം എന്നറിയാണ്ടായി. ഇവനാണെങ്കിൽ അവൾ പറയണതേ വേദവാക്യമായി. ഈശ്വരോ രക്ഷതു. മല്ലിക വീട് പൂട്ടി താക്കോൽ സാവിത്രിയെ ഏൽപ്പിച്ചു. കുട്ടികൾ 2 പേരും കൂടി വന്ന ഒരു ദിവസം നിന്നിട്ടാണ് പോയത്. ഗീതയുടെ വീട്ടിൽ പോയിട്ടേ പോവുള്ളൂ. ഇനിയെങ്കിലും നന്നായാൽ മതിയായിരുന്നു. ലിസ വക്കീൽ വന്നു. അമ്മയോട് ചോദിച്ച് അഡ്രസ്സ് വാങ്ങിയിട്ടാവും. ഞാൻ പോയി അച്ഛനെ കണ്ട് സംസാരിച്ചു. ചേച്ചിക്ക് കുറച്ച് ദിവസം പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് വീട് പണിക്കായി വാങ്ങിയ പണം പലിശയടക്കം തന്നില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നിരുപാധികം കീഴടങ്ങി. അടുത്ത ആഴ്ചയിൽ പണം മുഴുവൻ ചേച്ചിയുടെ അക്കൗണ്ടിൽ വരും. വീട് പള്ളിക്കാർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യവും സംസാരിച്ചു. അത് കുറച്ച് താമസം വരും. പള്ളിക്കാരുമായി സംസാരിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം വേണം അത്രേ. എന്തായാലും ഒരു തർക്കവും വേണ്ടി വന്നില്ല. അത് നന്നായി. വക്കീൽ കാരണം ഈ പൈസ കിട്ടുന്നത്. എനിക്കൊന്നും ചോദിക്കാനും പറയാനും അറിയില്ല. എൻ്റെ ഫീസ് എത്രയെന്ന് പറഞ്ഞോളൂ, തരാം. ഞാൻ നളിനി ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. വക്കീൽ വന്ന കാരണം എനിക്ക് അമ്മയെ മരിക്കും മുമ്പ് കാണാൻ പറ്റിയത്, മകളെ കിട്ടിയത്. അങ്ങനൊന്നുമല്ല. ഈശ്വരൻ ഓരോന്ന് കരുതിയുണ്ടാവും. നല്ലത് ചീത്തയും ഒക്കെ നമുക്ക് കിട്ടേണ്ട കാലത്ത് കിട്ടും. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം. അച്ഛനെ കാണണം. പൈസ അക്കൗണ്ടിൽ വന്നോ എന്ന് നോക്കണം. എന്താ മോളോട് ഞാൻ പറയേണ്ടത്? ഇപ്പോൾ വക്കീൽ പോയി. മോളായില്ലേ, ഇതേ എനിക്ക് വേണ്ടു. കുഞ്ഞാഞ്ഞയെയും അനിയന്മാരെയും പരിചയപ്പെട്ടു. കാർത്തുവിനെ നേരത്തെ പരിചയപ്പെട്ടിരുന്നല്ലോ. വക്കീൽ യാത്രയും പറഞ്ഞ് പോയി. എന്താ നിൻ്റെ പരിപാടി? കുഞ്ഞാഞ്ഞ, പുല കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോകണം. അവിടെ അനിയത്തി വന്നാൽ ഞാൻ പോരും. ഇല്ലെങ്കിൽ മറ്റൊരാളെ കിട്ടും വരെ അവിടെ നിൽക്കണം. നിൻ്റെ ആധാർ കാർഡിൽ പേര് സ്റ്റെല്ല എന്നാണല്ലേ? അതൊക്കെ മാറ്റേണ്ടി വരും. ഇത്തിരി തെറടി പണിയാവും. വരട്ടെ, സമയമുണ്ടല്ലോ. നളിനിക്ക് എല്ലാറ്റിനും മിടുക്കുണ്ട്. കുഞ്ഞാഞ്ഞ, വെറുതെ ഇരിക്കേണ്ട കാര്യം ആലോചിക്കാൻ വയ്യ. ഇതുവരെ ചെയ്തിരുന്ന പണി നളിനിക്ക് അവമാനമല്ലേ? അതൊന്നും പ്രശ്നമല്ല. നിനക്ക് സർവീസ് ചെയ്യാലോ. പാലിയേറ്റീവിൽ പോയി പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അതിനൊന്നും അവൾ തടസ്സം നിൽക്കില്ല. എനിക്ക് നന്നായി തുന്നാൻ അറിയാം. കൂടുതൽ പഠിക്കണം. പുതിയ ഡ്രസ്സൊക്കെ തയ്ക്കാൻ. ഒരു തൊഴിൽ ചെയ്യണം ആവതുള്ള കാലത്ത്. വേറെ ഒരു കാര്യത്തിലും എനിക്ക് നിർബന്ധമില്ല. നീയും കാർത്തും മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. എല്ലാവരും ഒരു കോണി ചാരി വെച്ച് കൊടുത്താൽ കയറി രക്ഷപ്പെട്ടു. മീനയ്ക്ക് വലിയ താമസമില്ലാതെ ജോലി ശരിയാവും. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നതൊരു ഹോസ്പിറ്റലിൻ്റെ പണിയിലാണ്. അത് തുറക്കുമ്പോൾ അവൾക്കൊരു പണി തരപ്പെടുത്താൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിലെ പണിക്ക് കാത്തിരുന്ന എളുപ്പമല്ല കിട്ടാൻ. പണി കിട്ടിയിട്ടേ കല്യാണമുള്ളൂ. കുഞ്ഞാഞ്ഞ, അതാ നല്ലത്. പല പെൺകുട്ടികളുടെ ജീവിതവും കഷ്ടമാണ്. രക്ഷപ്പെടുത്താവുന്നവരെ രക്ഷപ്പെടുത്തണം. കുഞ്ഞാഞ്ഞ, ഈ തരത്തിലാക്കിയില്ലേ കുടുംബം. പാവം നമ്മുടെ അമ്മ, അച്ചാമ്മ എത്ര പട്ടിണി കിടന്നേനു. അമ്മ പുറത്തു വെച്ച് കണ്ടാൽ എനിക്ക് മനസ്സിലായിരുന്നില്ല. നിറവും തടിയും വെച്ചു. അച്ഛൻ്റെ കൂടെ പണിക്ക് പോകാൻ മടിച്ച വയറിംഗ് പണിക്ക് ചേർന്നത്. നാട്ടിൽ പോയി ബോംബെയിൽ ചെന്നപ്പോൾ കിട്ടിയ പണി ഗോവിന്ദൻ്റെ പണി തന്നെ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പട്ടരുകുട്ടിയാണ് കൊണ്ടുപോയത്. അവൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങി 10ാം ക്ലാസ് ജയിച്ചിട്ട് ബോംബെയിൽ ചെയ്തിരുന്ന പണി പാണൻ്റെ. രാത്രി കുത്തിയിരുന്ന് പഠിക്കും. എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ലല്ലോ. എന്നാലും ടൈപ്പും സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു.
പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും ചെയ്തു. പാരമ്പര്യമായിട്ടുള്ള വാസന തന്നെ ഉപജീവനമായത്. പ്ലാൻ വരയ്ക്കാനും എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും ഒക്കെ വേഗം പഠിച്ചു. സാമുക്കുട്ടി തന്നെയാണ് വിസയും ശരിയാക്കി തന്നത്. അങ്ങേര് പോയില്ല, ബോംബെയിൽ തന്നെ നിന്നു. ബികോമും CAയും ഒക്കെ പാസ്സായി. പട്ടരല്ലേ, മുടിഞ്ഞ ബുദ്ധിയാണ്. പിന്നെ എന്നെ നല്ല നിലയ്ക്ക് ചിന്തിക്കാനും ജീവിക്കാനും പഠിപ്പിച്ചതും അങ്ങോരെന്നെ. കൊല്ലത്തിലൊരിക്കൽ ഞാൻ പോയി കാണും. ബോംബെയിൽ വലിയൊരു കമ്പനിയിൽ കോടികൾ ശമ്പളം വാങ്ങണ ഉദ്യോഗസ്ഥൻ. എൻ്റെ തലയിലെഴുത്തും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിയും ഒക്കെ അങ്ങേര് കാരണം എന്നെപ്പോലും പോലെ ഒരുത്തൻ്റെ കൂട്ട് കിട്ടിയിരുന്നെങ്കിലോ. കുഞ്ഞാഞ്ഞ താഴെയുള്ളവരെ നോക്കി നന്നാക്കിയല്ലോ. കാശ് കയ്യിലായപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ ഇത്രയും വലിയ പ്രാരാബ്ധം ഏറ്റുമല്ലോ. പിള്ളേരും നന്നായില്ലോ. അമ്മയുടെ ഭാഗ്യം. അനിയന്മാർ രണ്ടുപേരും ഒഴിപ്പില്ല. പെൺകുട്ടികളും പഠിച്ചു. രണ്ടാളും ജോലി കയറി. അന്ന് ഇത്ര ബുദ്ധിമുട്ടില്ല പഠിച്ച ജോലി കിട്ടാൻ. നളിനിയും നന്ദിനിയും അതിലും മിടുക്കികളായി. നന്ദിനി മാത്രം തനിഷ്ടം കാണിച്ചു. വരാറുമില്ല കുഞ്ഞാഞ്ഞ. തങ്കു, ഇന്ന് പണ്ടത്തെ എന്തി ഓട്ടട ചുട്ട് തരുമോ? ഇലയിൽ കലത്തിലിട്ട്. അനിയൻ: അതിനെന്താ, ചുട്ടു തരാലോ. കെട്ടിയോൾക്കും പെങ്ങന്മാർക്കും ഒന്നും ഓട്ടട ചുടാൻ അറിഞ്ഞുകൂടാ. ഞാൻ വെറുതെ കിടക്കുമ്പോൾ ഓർക്കും, അച്ചാമ്മ അവകാശം കിട്ടണ നെല്ല് കൊണ്ടുവന്ന് തങ്കുവും കൂടെ കൂന്താണിയിലിട്ട് കുത്തി അരി കുതിർത്ത് പൊടിച്ച് ചുട്ടു തരാറുള്ള ഓട്ടട. അതുപോലെ കർക്കിടകത്തിൽ ടീച്ചറുടെ കണ്ടത്തിൽ ഞാറിടുമ്പോൾ വരമ്പത്ത് ചെല്ലണ എല്ലാ കുട്ടികൾക്കും വിത്ത് തരാറുള്ളത് ഓർമ്മയുണ്ടോ? നീയും അച്ചമ്മയും കൂടി അത് വറുത്ത് അവിലിടിക്കാറുള്ളത്. എന്ത് മണവും സ്വാദുള്ളൊരു അവിൽ. അനിയൻ: ഓട്ടട ഞാൻ ഉണ്ടാക്കിത്തരാം. അവിൽ രക്ഷയില്ല. ഞാൻ പഴയ കാലം അധികം ഓർക്കാറില്ല. മനസ്സ് പോയാൽ മാറ്റിത്തൊളിക്കും. നല്ലോലും കൂടുതൽ സങ്കടങ്ങളായിരുന്നല്ലോ. ഓട്ടോറിക്ഷ വന്ന് നിന്നു. നാത്തൂനിറങ്ങി. 2-3 സഞ്ചികളും. അനിയൻ പോയി സഹായിച്ചു സഞ്ചികൾ എടുക്കാൻ. ഒരു ബാഗ് കയ്യിൽ തന്നു തുണിക്കടയുടെ. തങ്കും കാർത്തും എടുത്തോളൂ കേട്ടോ. ഈ വാലായ്മയിൽ എന്തിനാ കോടി എടുത്തത്? ഇത്രയും വയസ്സായി ജീവിച്ച് മതിയായിട്ടാണ് അമ്മ പോയത്. നിങ്ങൾ കോടിയിട്ടാൽ നിങ്ങളുടെ അമ്മ സന്തോഷിക്കും. കോടിയിടാൻ മടിയുണ്ടെങ്കിൽ ആ വാഷിംഗ് മെഷീനിലോട്ടൊന്ന് കിറക്കിക്കൊള്ളുക. എന്നിട്ട് ഉടുത്താൽ പ്രശ്നമില്ല. ജാക്കറ്റ് ഒരു മനക്കണക്കിന് റെഡിമെയ്ഡ് എടുത്തതാ. പാകമാവണം. പച്ചക്കറി കൊണ്ടുപോയി വട്ടകയിൽ വെള്ളം നിറച്ച് കഴുകാനുള്ളത് അതിലിട്ട് കുറച്ച് ഉപ്പ് വിതറി. ഓരോ ചായ ആവാം. അനിയൻ: എനിക്ക് വേണ്ട കേട്ടോ കുഞ്ഞാഞ്ഞ. നാത്തൂനും കാത്തൂനും ചായ വേണോ? എനിക്ക് 1/2 ഗ്ലാസ്. കാത്തു: എനിക്ക് വേണ്ട തങ്കു. നാത്തൂൻ അടുക്കളയിൽ കയറി ചായ വെക്കുമ്പോൾ ഓർത്തു, ഇത് എത്രാമത്തെ അവതാരം? ഗോവിന്ദൻ്റെ മോൾ തങ്കു, സുലേഖ ജയിലിലെ തടവുകാരി, കൃപയിലെ സ്റ്റെല്ല എന്ന സേവിക, ഹോം നഴ്സ് ശാന്തമ്മയുടെ മോള് എന്ന സ്നേഹം. ഇപ്പോഴിതാ വീണ്ടും ദേവുവിൻ്റെ മോളായി, ഡോക്ടർ നളിനിയുടെ അമ്മയായി, ദുബായി പണക്കാരുടെ പെങ്ങളായി. ശരിക്കും ഭുജംഗയ്യൻ്റെ കഥ പോലെ തന്നെ. ഇനിയും കാണുമായിരിക്കും അവതാരങ്ങൾ. അമ്മയുടെ പ്രായം വരെ ഇരിക്കുകയാണെങ്കിൽ കാലം കുറേ കിടക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാം ഒരു കരക്കടിയാണ് എന്ന് തോന്നുന്നു അല്ലേ? സ്റ്റെല്ലയുടെ ജീവിതം, അതായത് നമ്മുടെ തങ്കുവിൻ്റെ ജീവിതം പച്ചപിടിച്ചു. മല്ലിക ശാന്തയോടൊപ്പം തിരികെ വരുന്നു. അങ്ങനെ ഒരു കരക്കെടുക്കുന്നു എല്ലാ ജീവിതങ്ങളും എന്ന ഒരു തോന്നലുണ്ട്. അടുത്ത ലക്കം ഉടനെ തന്നെ. വിട.